Good morning, students. Welcome to our biology class. Today we are going to study class 8 biology, the remaining part of chapter 10, reaching mental, intellectual and emotional maturity. Adolescence is also a period of change in a person's way of thinking. നമുക്കറിയാം അഡോളസൻസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് ഒരാളുടെ ഇറ്റ് ഈസ് എ പീരിയഡ് ഓഫ് ചേഞ്ച് ഇൻ പേഴ്സൺസ് way of thinking. Adolescents are more independent than before and are also self-conscious. അതായത് അഡോളസൻസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കാനായിട്ട് അല്ലെങ്കിൽ സെൽഫ് കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു സമയം കൂടിയാണ് അഡോളസൻസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ടേക്സ് പ്ലേസ് ആൻഡ് ദേ ടെൻ ടു സ്പെൻഡ് കൺസിഡറബിൾ ടൈം തിങ്കിങ്. കൂടുതൽ സമയം അവർ എന്തെങ്കിലും ആലോചിച്ചു കൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു പീരീഡാണ് ഈ അഡോളസൻറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ. ഇൻഫാക്റ്റ് ഇറ്റ് ഈസ് ഓഫൺ ദ ടൈം ഇൻ വൺസ് ലൈഫ് വെൻ ദ ബ്രെയിൻ ഹാസ് ദ ഗ്രേറ്റസ്റ്റ് കപ്പാസിറ്റി ഫോർ ലേണിംഗ് സംതിങ്. ഹൗവർ an adolescent may feel insecure while trying to adjust to the changes in the body and mind. Okay. But as adolescent learner, you should know that there is no reason to feel insecure. These changes are a natural part of growing up. അതായത് അഡോളസൻറ്റ് സ്റ്റേജിലുള്ള കുട്ടികൾക്കറിയാം അവർ കൂടുതൽ സമയം മറ്റുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കും. പിന്നെ അവർക്ക് adolescent may feel insecure while trying to adjust the changes in the body. അവരുടെ മനസ്സിനും മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർക്കുണ്ടാകുന്ന ആ ഒരു ചേഞ്ചസ് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒത്തിരി ഇൻസെക്യൂർ ആയിട്ടുള്ള ഫീലിങ്സ് ആണ് ഉണ്ടാകുന്നത്. പക്ഷെ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ അഡോളസൻസ് ആയിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം തന്നെ നമ്മുടെ വളർച്ചയുടെ ഒരു ഭാഗമാണ്. ഓക്കെ. ദ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് യു ഹാവ് ലേൺഡ് ഇൻ ചാപ്റ്റർ 9. Testes and ovaries are the reproductive organs. They produce the gametes, that is sperms and ova. In girls, the breast begin to develop at puberty. Okay. അതായത് നമുക്കറിയാം ഈ അഡോളസൻസ് സ്റ്റേജിലാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. അതായത് നമ്മൾ ചാപ്റ്റർ 9 പഠിച്ചതാണ്. ടെസ്റ്റിസും ഓവറീസും ആണ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ ഈ ടെസ്റ്റിസും ഓവറീസും ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്പേംസും ഓവയുമാണ് ഗേൾസിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിൻ്റെ തുടക്കം എന്ന് പറയുന്ന അവരുടെ ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ ഇൻ ബോയ്സ് ആൺകുട്ടികളിൽ എന്താണ് സംഭവിക്കുന്നത്? ആൺകുട്ടികളിൽ ബോയ്സ് ബിഗിൻ ടു ഗ്രോ ഫേഷ്യൽ ഹെയർസ്. അവർക്ക് ഫേഷ്യൽ ഹെയർസ് ഉണ്ടാകുന്നു. ദാറ്റ് ഈസ് മൗസ്റ്റാച്ചസ് ആൻഡ് ബിയർഡ്. ആസ് ദീസ് ഫീച്ചേഴ്സ് ഹെൽപ്പ് ടു ഡിസ്റ്റിങ്ക്വിഷ് ദ മെയിൽ ഫ്രം ദ ഫീമെയിൽ, ദേ ആർ കോൾഡ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. അതായത് ബോയ്സിലാണെങ്കിൽ അവർക്ക് ഫേഷ്യൽ ഹെയർസ് ഉണ്ടാകുന്നു. ദാറ്റ് ഈസ് മൗസ്റ്റാച്ചസ് ആൻഡ് ബിയർഡ്. ഇതെല്ലാം സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സാണ്. ബോയ്സ് ഓൾസോ ഡെവലപ്പ് ഹെയർ ഓൺ ദെയർ ചെസ്റ്റ്. ബോയ്സിൽ അവരുടെ ചെസ്റ്റിലൊക്കെ ഹെയർസ് വളരാൻ തുടങ്ങുന്നു. ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് ഹെയർ ഗ്രോസ് അണ്ടർ ദ ആംസ്. അതായത് അണ്ടർ ആംസിലൊക്കെ ഹെയർസ് വളരുന്നു. ദ റീജിയൻ അബോവ് ദ തൈ ഓർ ദ പബ്ലിക് റീജിയൻ. ഓക്കെ. ഇതെല്ലാം സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സാണ്. ഓക്കെ. The changes that occur at adolescence are controlled by hormones. അതായത് ഈ ചേഞ്ചസ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് ആണ്. ഹോർമോൺസ് ആർ കെമിക്കൽ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ സെക്രീഷൻസ് ഫ്രം എൻഡോക്രൈൻ ഗ്ലാൻസ്. ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ സെക്രീഷൻസ് ആണ് ഓർ endocrine system. The male hormone or testosterone begins to be released by the testes at the onset. The
onset of puberty. This causes changes in boys because which you have just learned. For example, the growth of facial hairs. Once puberty is reached in girls, ovaries began to produce the female hormones or ഈസ്ട്രജൻ. അതായത് ഗേൾസിൽ ഫീമെയിൽ ഹോർമോൺസ് ആണ് ഈസ്ട്രജൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ ബോയ്സിൽ മെയിൽ ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. ഈസ്ട്രോജൻ എന്ന് പറയുന്ന അത് ഫീമെയിൽ ഹോർമോണാണ്. ഓക്കെ, which makes the breast develop milk secreting glands or mammary glands develop inside the breast. The production of these hormone is under the control of another hormone secreted from an endocrine gland called pituitary gland. Okay, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള റോൾ ഓഫ് ഹോർമോൺ ഇൻ ഇനിഷ്യേറ്റിംഗ് റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻ. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതായത് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. അതായത് മെയിൽ ഹോർമോണിൻ്റെ പേരാണ് ടെസ്റ്റോസ്റ്റിറോണ്, ഫീമെയിൽ ഹോർമോണിൻ്റെ പേരാണ് ഈസ്ട്രജൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഗേൾസിൽ ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ മിൽക്ക് സെക്രീറ്റിംഗ് ഗ്ലാൻഡ്സ് ആയിട്ടുള്ള ഗ്ലാൻഡ്സൊക്കെ, അതായത് മാമറി ഗ്ലാൻഡ്സൊക്കെ ഡെവലപ്പ് ചെയ്യാൻ കാരണം ഈസ്ട്രജനാണ് ഫീമെയിലിൽ. ഓക്കെ, നെക്സ്റ്റ് റോൾ ഓഫ് ഹോർമോൺ ഇൻ ഇനിഷ്യേറ്റിംഗ് റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻ. എൻഡോക്രൈൻ ഗ്ലാൻഡ് റിലീസ് ദ ഹോർമോൺസ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം to reach the particular body part called target site. The target site responds to the hormone. There are many endocrine glands or ductless glands in the body. Okay, the testes and ovaries secrete sex hormones. You have just learned that these hormones are responsible for male and female secondary sexual characters. Further, the sex hormones are under the control of hormone from the pituitary gland. Okay, there is a chart. Can you see the chart? The hormone from the pituitary stimulate testes and ovaries to release testosterone in male and estrogen in female. അതായത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസാണ് ടെസ്റ്റിസിനെ ഓവറീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് മെയിൽ ഹോർമോണും ഈസ്ട്രജൻ എന്ന് പറയുന്നത് ഫീമെയിൽ ഹോർമോണുമാണ്. റിലീസ്ഡ് ഇൻ ദ ബ്ലഡ് സ്ട്രീം ആൻഡ് റീച്ച് പാർട്സ് ഓഫ് ദ ബോഡി. ഓക്കെ, അതിന് പറയുന്ന പേരാണ് ടാർഗറ്റ് സൈറ്റ്. ഓക്കെ, stimulate the changes in the body at one set of puberty. Next, reproductive phase of life in humans. Adolescents become capable of reproduction when their testes and ovaries begin to reproduce gametes. അതായത് അഡോളസൻസ് എന്ന് പറയുന്ന റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എത്തിയെന്ന് നമുക്ക് മനസ്സിലാകുന്ന അവരുടെ ടെസ്റ്റിസും ഓവറീസും ഗമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനാണ് ദ കപ്പാസിറ്റി ഫോർ മെച്യുറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഗമീറ്റ്സ് ലാസ്റ്റ് ഫോർ മച്ച് ലോങ്ങർ ടൈം ഇൻ മെയിൽസ് ദാൻ ഇൻ ഫീമെയിൽസ്. ഓക്കെ, ഇൻ ഫീമെയിൽസ് ദ റീപ്രൊഡക്റ്റീവ് ഫേസ് ഓഫ് ലൈഫ് begins at puberty 10 to 12 years of age. അതായത് ഫീമെയിൽസിൽ അവരുടെ റീപ്രൊഡക്റ്റീവ് ഫേസ് അല്ലെങ്കിൽ പ്യൂബർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് 10 തൊട്ട് 12 വയസ്സ് വരെ ആകുമ്പോഴത്തേനാണ് ഫീമെയിൽസിൽ പ്യൂബർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ജനറലി ലാസ്റ്റ് ടിൽ ദ ഏജ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 45 to 50 ഇയേഴ്സ്. ഒരു 45-50 വയസ്സാകുമ്പോഴത്തേനാണ് അവരുടെ ഈ റീപ്രൊഡക്റ്റീവ് ഫേസ് അവസാനിക്കുന്നത്. ഓക്കെ, the ova begins to mature with one set of puberty. One ovum matures and is released by one of the ovaries
once in about 28 to 30 days. During this period, the wall of the uterus becomes thick so as to receive the egg. In case it is fertilized and begins to develop, this result in pregnancy. അതായത് ഫീമെയിൽസിൽ ഓരോ 28 to 30 ഡേയ്സ് കൂടുമ്പോഴത്തേനും അവരുടെ ഏതെങ്കിലും ഒരു ഓവറിയിൽ നിന്ന്, അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓവറീസ് ഉണ്ട്, ആ ഓവറീസിൽ നിന്ന് ഒരു മെച്യൂർ ഓവം റിലീസ് ചെയ്യുന്നു. അത് ഫെർട്ടിലൈസേഷന് വിധേയമാവുകയാണെങ്കിൽ പ്രഗ്നൻസി ആയിരിക്കും അതിൻ്റെ റിസൾട്ട്. If the fertilization does not occur, the released egg and the thickened lining of the uterus along with its blood vessels are shed off. This causes bleeding in a woman, which is called menstruation. അതായത് ഇപ്പം ഫെർട്ടിലൈസേഷൻ നടന്നെങ്കിൽ പ്രഗ്നൻസി റിസൾട്ട് ചെയ്യും. ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ റിലീസ് ചെയ്ത എഗ്ഗും അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ യൂട്രസിൻ്റെ തിക്കൻഡ് ലൈനിങ്ങും ബ്ലഡും എല്ലാം കൂടെ ചേർന്ന് വെളിയിലേക്ക് വരുന്നു. ഇതിന് പറയുന്ന പേരാണ് മെൻസ്ട്രൂഷൻ. മെൻസ്ട്രൂഷൻ occurs in about 28 to 30 days. Okay. The first menstruation menstrual flow begins at puberty and it is termed menarche. Okay, ഫസ്റ്റ് മെൻസ്ട്രേഷൻ പ്യൂബർട്ടിയിലാണ് തുടങ്ങുന്നത്, അതിന് പറയുന്നതാണ് മെനാർക്കി. At 45 to 50 years of age, the menstrual cycle stops. The stoppage of menstruation is termed as menopause. അതായത് 45-50 വയസ്സാകുമ്പോഴത്തേനും മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യുന്ന ആ സ്റ്റോപ്പേജിന് പറയുന്ന പേരാണ് മെനോപോസ്. Initially, the menstrual cycle may be irregular. It takes some time to become regular. Okay. So, this much for today. You study well. We will meet in the next class. Thank you.